ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും നമുക്ക് നോർമലി ചോദിച്ചു കണ്ടുവരുന്ന 3 മാർക്കറ്റ് ക്വസ്റ്റ്യനാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സർഫക്റ്റൻറ്റ് ആൻഡ് ആഡ് എ നോട്ട് ഓൺ ഇൻഫൻറ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ദാറ്റ് IRDS. സോ ആദ്യം നമ്മൾ എന്താണ് സർഫക്റ്റൻറ്റ് എന്ന് എഴുതണം. ബേസിക്കലി ഈ സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോലിപ്പിഡ് ലിസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. മെയിനായിട്ട് ഡൈപാൽമിറ്റോയിൽ ഫോസ്ഫാറ്റൈഡൈൽ കൊളൈഡ്, ദാറ്റ് ഈസ് DPPC. ഇതാണ് ഇതിൻ്റെ മെയിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ടൈപ്പ് 2 ആൽവിയോളാർ സെൽസിൽ നിന്നാണ്. ദെൻ എന്താണ് നമ്മുടെ ഈ സർഫക്റ്റൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളയിൻ്റെ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യാണ് ഈ ഒരു സർഫക്റ്റൻ്റ് നോർമലി ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സർഫക്റ്റൻറ്റിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. മെയിൻ ഒരു ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളാർ ഫ്ലൂയിഡിൻ്റെ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളാർ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ അറ്റ്ലക്ടാക്സിസ് എന്നും കൂടെ പറയാറുണ്ട്. ഇത് എക്സ്പിരേഷൻ്റെ സമയത്താണ് മെയിൻലി എന്താണ് നടക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ലങ് കോംപ്ലിയൻസ്. സോ അതെന്ത് ചെയ്യും, നമ്മുടെ ലങ്സിൻ്റെ എക്സ്പ്ലോയിഷൻ എന്ത് ചെയ്യും, ഈസിയർ ആക്കും. ഇനി വേറൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ടൈമിൽ ഓവറായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യം സർഫക്റ്റൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരാറില്ല. അപ്പം ബ്രീത്തിങ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടും അതേമാതിരി എഫേർട്ട്ലെസ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൾമണറി എഡിമയെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളയിലേക്കുള്ള ഫ്ലൂയിഡ് മൂവ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് പൾമണറി എഡിമയെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ആൽവിയോളാർ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻഫൻറ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം IRDS എന്താണ് എന്നുള്ളതാണ്. ആൻഡ് ഈ IRDS എന്ന് പറയുന്ന കണ്ടീഷൻ പ്രീ മെച്യൂർഡ് ആയിട്ടുള്ള ഇൻഫൻസിലാണ് മെയിൻലി കാണുന്നത്. നമ്മുടെ പൾമണറി സർഫക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കുറയുന്ന കണ്ടീഷനാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആൻഡ് ഇത് മെയിൻലി ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മച്വർ ആയിട്ടുള്ള ടൈപ്പ് 2 ആൽവിയോളർ സെൽസ് കാരണമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. സോ ഇവിടെ ഈ സർഫക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ട് തന്നെ ആൽവിയോളാർ കൊളാപ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടും. അതുകൊണ്ട് തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചിനെ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഇനി നോക്കേണ്ടത് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഈ ഒരു കണ്ടീഷൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബേസിക്കലി വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റാപ്പിഡ് ബ്രീത്തിങ് ആണ്, ടെക്കിപ്നിയ. ആൻഡ് അതിൻ്റെ കൂടെ വരുന്നതാണ് ഗ്രോണ്ടിങ്, ചെസ്റ്റ് റിട്രാക്ഷൻ, സയനോസിസ്, ഇതൊക്കെ. ആൻഡ് ഇനി ഈ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രീ ടേം ഡെലിവറി നടക്കുന്ന ടൈമിൽ ആൻറ്റിനേറ്റൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് മദേഴ്സിന് കുത്തിവെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എക്സോജീനസ് ആയിട്ടുള്ള സർഫക്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ തെറാപ്പിയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെൻറ്റിലേഷനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ പറ്റും. ഒന്ന് എന്താണ് നോർമൽ ആൽവിയോളസും ഒന്ന് IRDS ആയിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൽവിയോളസുമാണ്. ഇതിൽ നമുക്ക് നോർമൽ ആൽവിയോളസിൽ എന്തുണ്ട്, നമ്മുടെ സർഫക്റ്റൻറ്റിൻ്റെ പ്രസൻറ്റ് ഉണ്ട്, മറ്റേതിൽ അതില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സർഫസ് ഏരിയ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻസറിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം.